ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആട്ടിൻ തലക്കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആട്ടിൻ തല കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 3-4 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കാന്താരി കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഒരു 20-25 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, ഒരു അരമുറി തക്കാളി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പം എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് കുറച്ചാൽ മതി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുക്കാതെയും ചേർക്കാം, വറുക്കാതെ പൊടിച്ച് ചേർത്താലും മതി. അത്യാവശ്യം നല്ല എരിവിലാണ് ഈ കറി തയ്യാറാക്കുന്നത്, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് നിങ്ങളെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കുരുമുളകും പച്ചമുളകൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്തിട്ട് കറി തയ്യാറാക്കിയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി കുക്കറിൻ്റെ മൂടിയിട്ട് 8-9 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും എടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കറിവേപ്പില ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടിൻ തല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾ പറ്റുമെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണിത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസും അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.